നമസ്കാരം. ഗസ വീണ്ടും ലോകരാഷ്ട്രീയത്തിന്റെ മധ്യത്തിൽ എത്തിയ ആഴ്ചയാണ് കടന്നുപോയത്. ഇസ്രായേലിന്റെ വംശഹത്യയും ഉപരോധവും എല്ലാ അതിർവരമ്പും കടന്ന് മുന്നോട്ട് പോയി. നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ ഇസ്രായേൽ പട്ടിണിക്കിട്ട് കൊന്നു. ഒരാഴ്ചക്കിടെ 500ഓളം പേരെ വേറെയും വധിച്ചു. ലോകം ഇതിനെതിരെ ഇളകി മറിയുകയാണ്. സാധാരണ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഗസക്കായി ശബ്ദമുയർത്തി. പക്ഷേ അമേരിക്കയുടെ പിന്തുണയോടെ നെതന്യാഹു ക്രൂരത തുടരുക തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തന്റെ 10 മക്കളിൽ 9 പേരും മരിച്ചു ചിന്നിച്ചിതറുമ്പോൾ ഡോക്ടർ അല നജാർ വീട്ടിൽ അവർക്കരികിൽ ഉണ്ടായിരുന്നില്ല. അന്നസർ ആശുപത്രിയിൽ ശിശുരോഗ വിദഗ്ധയാണ് ഡോക്ടർ അല. ഗസയിൽ ഇസ്രായേൽ ക്രൂരതയിൽ വേദനിച്ചു പുളയുന്ന മറ്റു കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം ഏവുകയായിരുന്നു അവർ. അലയുടെ അവശേഷിക്കുന്ന ഏക കുഞ്ഞിനും ഭർത്താവിനും പരിക്കേറ്റു. ഇസ്രായേലിന്റെ ക്രൂരത അവിടെയും അവസാനിക്കുന്നില്ല. ഫലസ്തീൻ യുവാക്കളെ ഇസ്രായേൽ മനുഷ്യ കവചമാക്കി മാറ്റുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവരികയാണ്. ഗസയിലെ യുവാക്കളെ ഇസ്രായേൽ സൈനിക യൂണിഫോം അണിയിച്ച് നിർബന്ധിച്ച് കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് പറഞ്ഞയക്കുന്നതായാണ് ദൃശ്യങ്ങൾ. ഈ പരിഷ്കൃത ലോകത്തും പട്ടിണിക്കൊല ഇസ്രായേൽ മാത്രം ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രമാണ്. യുദ്ധം ആരംഭിച്ച ശേഷം ഒരു നേരത്തെ ആഹാരം മാത്രമാണ് ഗസക്കാർക്ക് കിട്ടിയിരുന്നത്. അതും UN നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന 400 സമൂഹ അടുക്കളകളിലൂടെ ആയിരുന്നു. ഉപരോധം കാരണം UN സംവിധാനങ്ങളും തകർന്നു. ഗസയിലേക്ക് വെള്ളവും ഭക്ഷണവും മരുന്നും കടത്തിവിടാതെ ആയിരങ്ങളെയാണ് ഇസ്രായേൽ കൊന്നത്. ഈ സ്ഥിതി തുടർന്നാൽ 70,000-ഓളം കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴടങ്ങുമെന്ന് UN മുന്നറിയിപ്പ് നൽകി. വംശഹത്യയും ഉപരോധവും തുടരുന്ന ഇസ്രായേലിനെതിരെ ലോകത്താകെ പ്രതിഷേധമുയർന്നു. യൂറോപ്പിലും അമേരിക്കയിലുമടക്കം കൂറ്റൻ റാലികളാണ് അരങ്ങേറിയത്. നെതർലൻഡ്സിലെ ഹേഗിൽ നടന്ന റാലിയിൽ ചുവപ്പ് വസ്ത്രമണിഞ്ഞ് 100,000 പേർ അണിനിരന്നു. ലണ്ടനിലും സമാനമായ പ്രതിഷേധങ്ങൾ അലയടിച്ചു. അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും യൂട്യൂബർമാരും മനസാക്ഷിയുള്ളവരെല്ലാം ഗസക്കായി ശബ്ദമുയർത്തി. ഈ പ്രക്ഷോഭങ്ങളെ രാജ്യ നേതാക്കൾക്കും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. UK ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ച തന്നെ നിർത്തിവെച്ചു. ഫ്രാൻസും കാനഡയും ഉപരോധ ഭീഷണി മുഴക്കി. ഇസ്രായേലുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന കരാർ പുനഃപരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങി മറ്റു 23 രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ രംഗത്തു വന്നു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഭക്ഷണ സാമഗ്രികളുമായി ചില ട്രക്കുകൾ കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറായി. പക്ഷേ അത് വെറും പ്രദർശനത്തിനായിരുന്നു. ഗസയുടെ ആവശ്യം വെച്ച് നോക്കുമ്പോൾ കടലിൽ ഒരു തുള്ളിയേ അതുണ്ടായിരുന്നുള്ളൂ. ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഇസ്രായേലിന്റെ കൂടി പിന്തുണയുള്ള ഏജൻസി വഴി ഭക്ഷണ വിതരണം നടത്തും എന്നാണ് നെതന്യാഹു പറയുന്നത്. പ്രയോഗത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വിതരണ സംവിധാനം കൊണ്ടുവരാനാണ് നീക്കം. തത്വത്തിൽ പട്ടിണി മരണം തുടരുക തന്നെ ചെയ്യും. വേൾഡ് വിത്ത് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.